ആ ദിവസം രാവിലെ പരീക്ഷ നടക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ഇവർക്ക് പുസ്തകം എടുക്കാം. അതുകൊണ്ട് സൂര്യാസ്തമയം വരെ ഇവർക്ക് പരീക്ഷയില്ല. അപ്പോൾ സ്വാഭാവികമായും ക്വസ്റ്റ്യൻ പേപ്പർ ചോരും. ഈ കുട്ടികൾ ഇത് കാണും. അത് കാണാതിരിക്കാൻ അവർ ഒരു ബിൽഡിങ്ങിനകത്ത് അടച്ചിട്ടു. അന്നത്തെ പകൽ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. എന്നിട്ട് അവർക്ക് ഈ വിലക്കുള്ള സമയം കഴിഞ്ഞിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തു. എന്തിനാണ് ഒരു ഗവൺമെൻറ് സംവിധാനം 2 കുട്ടികൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കിയത്? അപാരമായ അപകടം. ഇതിലിപ്പോൾ അവർ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ നടത്തുന്ന ആരാധനാലയങ്ങൾ, ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കണ്ടുകെട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. പക്ഷേ അവർ ലക്ഷ്യമാക്കുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരും ആണെങ്കിൽ പോലും പക്ഷേ NGOs ആണ് ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം പുതിയതായി നമ്മൾ വായിക്കുകയുണ്ടായി. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ നൽകിയ ഹർജിക്ക് പുറത്താണ് അത്തരം ഒരു നിരീക്ഷണം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വാചകം മീഡിയ ബൈറ്റുകൾ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഇന്ത്യയെ പോലെ ഒരു മതേതര രാജ്യത്ത് ഒരു മതം മാത്രമാണ് സത്യമെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണ് എന്ന വാചകത്തെയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നിഷാക്ക, എൻ്റെ മതം, ഞാൻ വിശ്വസിക്കുന്ന ആദർശമാണ് ശരി, അത് 100% ശരിയാണ്, അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് മതേതരത്തിന് എതിരാണോ? ഇവിടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്നൊരു സംഗതിയുണ്ട്, ആമുഖം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞു പാരഗ്രാഫാണ്. ആ പാരഗ്രാഫിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 സോഷ്യലിസമാണ്, 2 സെക്കുലറിസമാണ്, 3 ഡെമോക്രസിയാണ്, പിന്നെ റിപ്പബ്ലിക്. അപ്പോൾ പ്രിയാമ്പിൾ എന്നത് ഈ ഭരണഘടനയുടെ ആത്മാവാണ്. ഭരണഘടന പറയുന്ന മൊത്തം കാര്യങ്ങളെ ആ ഒരു 4 വരിയിലേക്ക് സ്വാംശീകരിച്ചതാണ് പ്രിയാമ്പിൾ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സോഷ്യലിസമാണ്, സമത്വമാണ്, അതുപോലെ തന്നെ സെക്കുലറിസവും മതേതരത്വമാണ്. ഭരണഘടനയുടെ 25ാമത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഓരോ പൗരനും അയാൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഭരണഘടനയുടെ 30ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഓരോ മതവിശ്വാസിക്കും അവരുടെ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്, ആ മതം പ്രീച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ വിശാലാർത്ഥത്തിൽ ഈ മതേതരത്വത്തെ വകവെച്ചു കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്, വളരെ വിശാലമായ അർത്ഥത്തിൽ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡിബേറ്റുകൾ, ഇത് ഒരു വളരെ ചരിത്ര സംഭവമാണ്. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദീർഘമായി. ഓരോ വകുപ്പും എടുത്ത്, ഭരണഘടനയുടെ ഓരോ വകുപ്പും എടുത്ത്, ഓരോ ആർട്ടിക്കിളും എടുത്ത്, ആ ആർട്ടിക്കിളിൽ ഭരണഘടനാ സഭയിലെ ഓരോ ആളുകളും പറയുന്ന അഭിപ്രായങ്ങൾ, അവരുടെ പ്രസംഗങ്ങൾ അതുപോലെ രേഖയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം സംസാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നൊരു വാചകമുണ്ട്, ദിസ് ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് ആൻഡ് എ സെക്കുലർ സ്റ്റേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. ഇതൊരു മതേതര രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മതവുമായി യാതൊരുവിധ ബന്ധവും ഈ രാജ്യത്തിനുണ്ടാവുകയില്ല. ജനങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള മതം വിശ്വസിക്കുക. ഇന്ത്യ ഡസ് നോട്ട് ബിലോങ് ടു എനി വൺ കമ്മ്യൂണിറ്റി, ഇറ്റ് ബിലോങ്സ് ടു ആൾ. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഇവിടെ യാതൊരുവിധ പരിഗണനയുമില്ല. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ മതങ്ങൾ സ്വീകരിക്കാനൊക്കെയുള്ള, ഇതിന് സമാനമായ ഭീമറാം അംബേദ്കറുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത ഓരോ ആളുകളും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഭരണഘടനാ തത്വങ്ങളെ രാജ്യത്ത് അപ്ലൈ ചെയ്യുന്നതിൽ ഇവിടുത്തെ കോടതികളെല്ലാം വളരെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പൊതുവിൽ പറയാറുള്ളൊരു ഉദാഹരണമാണ് കോട്ടയം ജില്ലയിലെ 2 കുട്ടികൾ ദേശീയഗാനം ചൊല്ലാൻ അവർ വിസമ്മതിക്കുകയും ഞങ്ങളതിനോട് ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കാം, ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയില്ല എന്ന് യഹോവ സാക്ഷികളായ ഒരു വിഭാഗം ക്രിസ്ത്യാനികളിൽപ്പെട്ട 2 കുട്ടികൾ പറയുകയും അവരെ സ്കൂൾ പുറത്താക്കുകയും ചെയ്തു. കേരള നിയമസഭക്കകത്ത് ചർച്ച വന്നു.
സ്കൂൾ ചെയ്ത കാര്യം ശരിയാണ് എന്ന അർത്ഥത്തിലാണ് കേരള നിയമസഭ അതിനെ വിലയിരുത്തിയത്. ദേശീയഗാനം ചെല്ലാതിരിക്കാൻ കഴിയില്ല. കേസ് അവസാനം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി പറഞ്ഞവർ ദേശീയഗാനത്തെ അനാദരിക്കുന്നില്ല. ദേശീയഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷേ ദേശീയഗാനം ചൊല്ലാൻ അവരുടെ മതം, വിശ്വാസം അവരെ അനുവദിക്കുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിക്കാൻ പാടില്ല. ആ കുട്ടികളെ സ്കൂളിൽ തിരിച്ചെടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ടൊരു പോയിൻ്റാണ് അതിൻ്റെ നാഷണൽ ആന്തം എന്ന് പറയുന്നത്. അത് ചൊല്ലുന്നിടത്ത് പോലും ഒരു വിശ്വാസം അതിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ആ വിശ്വാസം എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിപരമായ അവകാശത്തെയുമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. 2008 SSLC പരീക്ഷ നടക്കുമ്പോൾ ഇതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് ശബ്ബത്ത് ആചരണ ദിവസം പേനയും പെൻസിലൊന്നും എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് അന്ന് SSLC പരീക്ഷയുടെ ടൈം ടേബിളിൽ പരീക്ഷയുള്ള ദിവസമാണ് ശനിയാഴ്ച. അപ്പോൾ ഈ 2 കുട്ടികൾ അവരുടെ വിഷയം ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. ഹൈക്കോടതി പറഞ്ഞു അവർക്കന്ന് പരീക്ഷ നടത്താൻ പറ്റില്ല. എന്നിട്ട് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഗവൺമെൻറ്? ആ ദിവസം രാവിലെ പരീക്ഷ നടക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ഇവർക്ക് പുസ്തകം എടുക്കാം. അതുകൊണ്ട് സൂര്യാസ്തമയം വരെ ഇവർക്ക് പരീക്ഷയില്ല. അപ്പോൾ സ്വാഭാവികമായും ക്വസ്റ്റ്യൻ പേപ്പർ ചോരും. ഈ കുട്ടികളിത് കാണും. അത് കാണാതിരിക്കാൻ അവർ ഒരു ബിൽഡിങ്ങിനകത്ത് അടച്ചിട്ടു. അന്നത്തെ പകൽ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. എന്നിട്ട് അവരുടെ അവർക്ക് ഈ വിലക്കുള്ള സമയം കഴിഞ്ഞിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തു. എന്തിനാണ് ഒരു ഗവൺമെൻറ് സംവിധാനം 2 കുട്ടികൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കിയത്? ഹൈക്കോടതി അവർ 2020 ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന 9ഓളം കുട്ടികൾക്ക് ഇതുപോലെ ഹൈക്കോടതി ഇതേ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. 2020 ഇതേ കാര്യം ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് അയാളുടെ വിശ്വാസം എങ്ങനെയാണോ അയാളെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇതിൻ്റെ ഭരണഘടന വകവെച്ച് നൽകുന്നുണ്ട്. അതൊരിക്കലും ഭരണഘടനക്കോ ദേശീയതക്കോ ദേശസ്നേഹത്തിനോ ഒന്നും എതിരല്ല. അത് ഇവിടെ സാധിക്കും. ഇവിടെ പൊതുവിൽ മതവിശ്വാസികളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിഭാഗം വരുന്ന വിശ്വാസികളും. എന്നാൽ അങ്ങനെ വിശ്വസിക്കാൻ ഇവിടെ ഓരോ മതവിശ്വാസിക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൂടി അവർ മനസ്സിലാക്കുന്നു. അതാണ് യഥാർത്ഥ സെക്കുലറിസം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുമ്പോഴും എൻ്റെ അയൽവാസി, എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ കൂടെയുള്ളവർ അവർ ഒരു പക്ഷേ എൻ്റേതല്ലാത്ത മതത്തിൽ വിശ്വസിക്കുന്നവരാകാം, മതമില്ല എന്ന് ചിന്തിക്കുന്നവരാവാം. അവർക്കൊക്കെ അവരുടെ ആശയം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇപ്പോൾ പൊതുവിൽ ആളുകൾക്ക് ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നത് എന്തോ പ്രശ്നമാണ്, അതൊരു തീവ്രതയാണ്. അതൊരിക്കലും തീവ്രതയല്ല, അത് ആത്മാർത്ഥതയാണ്. ഞാൻ പറയുന്നതും ശരിയാണ്, നീ പറയുന്നതും ശരിയാണ് എന്ന് പറയുന്നത് അത് വിശ്വാസത്തിലും ആശയത്തിലും ആദർശത്തിലും വെള്ളം ചേർത്ത പരിപാടിയാണ്. പലപ്പോഴും അത് മതത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ അതിനോട് വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. സാധാരണ നമ്മൾ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി BJPയുടെയും RSSൻ്റെയും ആശയങ്ങളൊക്കെ ശരിയാണ്, എൻ്റെ കോൺഗ്രസിൻ്റെ ആശയങ്ങളും ശരിയാണ് എന്ന് പറയുന്നിടത്തൊരു കപടതയാണല്ലോ. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ വെറുതെ വിടും. അത് എല്ലാ ആശയങ്ങളിലും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രശ്നമല്ല, അത് ആത്മാർത്ഥതയാണ്. അത് ആത്മാർത്ഥതയുടെ ഭാഗമാണ്. എൻ്റേതു മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നത് ആത്മാർത്ഥതയാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലക്ക് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ജീവിക്കുന്നു. വിശ്വാസമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാൻ കഴിയുന്നിടത്തെല്ലാം സഹകരിക്കുന്നു. കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം കോപ്പറേറ്റ് ചെയ്യുന്നു. വലിയ പ്രതിസന്ധികളെ നമ്മൾ ഒരുമിച്ച് നേരിടുന്നു. വലിയ പ്രളയമുണ്ടായി ഇവിടെ, കൊറോണ ഉണ്ടായി ഇവിടെ. അവിടെയൊക്കെ ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നതോടൊപ്പം മറ്റുള്ളവനെ സഹായിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാനും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വേള അത്തരം സഹായങ്ങളിൽ വേദികളായത് പലരുടെയും വിശ്വാസ കേന്ദ്രങ്ങളോ ആരാധനാലയങ്ങളോ ഒക്കെയാണ്. ആരും അങ്ങനെ ചെയ്യാൻ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരാത്മാർത്ഥതയുടെ ഭാഗമാണ്. അതിന് ഇവിടെ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ നാടിനോ സമൂഹത്തിനോ ഇവിടുത്തെ ഇതര മതവിശ്വാസികൾക്കോ യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുന്നുമില്ല. അതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല.
അതെ അതെ. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ഈ പിന്നെ മതവിശ്വാസികൾക്ക് അവരുടേതായ ഭരണഘടനാപരമായി തന്നെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു FCRA ബില്ലിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ട് അല്ലേ, ആ ഒരു പിന്നെ വിദേശത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ബില്ലിൽ ഒരു ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ബില്ല്, അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ബില്ലിൽ നമ്മൾ കാണുന്നത് എന്താണ്, എന്തെങ്കിലും ലൈസൻസിൽ ഇഷ്യൂ വന്നാൽ അത് പുതുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളെ, ആ ആസ്തിയെ, അത് ആരാധനാലയങ്ങളാണെങ്കിൽ പോലും സർക്കാരിനെ ഏറ്റെടുക്കാം, അത് ഒരു വേള വിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാം. അത്തരമൊരു വലിയ അപകടം പിടിച്ചൊരു ഭേദഗതിയാണ് ഇതിൽ കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതില്ല. ശരിക്കും അതാണ്. ഇപ്പോൾ മതസ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, മൗലികാവകാശം കാര്യങ്ങളൊക്കെ ഭരണഘടന ശരിക്ക് ഓരോ മനുഷ്യർക്കും നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ശരിക്കും FCR എന്ന് പറഞ്ഞാൽ വളരെ രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, തമിഴ്നാട്ടിൽ നടക്കുന്നു, പശ്ചിമ ബംഗാളിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ BJP ഗവൺമെൻറ്റിനെതിരെ ശക്തമായി ഒപ്പോസ് ചെയ്യുന്ന MP മാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്. ഈ സമയത്താണ് പാർലമെൻറ്റിൽ ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയാണ് എന്നാണ് അവർ ധരിച്ചതെങ്കിലും മൊത്തത്തിൽ ലോകത്ത് ഒന്നാകെ, ഇന്ത്യയിലെ ഒട്ടാകെയുള്ള NGOസിന് ഇത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അത് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന മതവിഭാഗങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആയിരിക്കാം. അപ്പോൾ അവർ നടത്തുന്ന സ്ഥാപനങ്ങളും അവരുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ബാധിക്കുമെന്നതിലപ്പുറം ഒരുപാട് ആയിരക്കണക്കിന് NGOസിന് ഇത് ബാധിക്കുന്നുണ്ട്. എത്രത്തോളം വെച്ചാൽ പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപാട് സംഘടനകൾ ഇതിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലമുറയുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യമാക്കുന്നത് ഈ ന്യൂനപക്ഷ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ ലക്ഷ്യങ്ങൾ പറയുന്നിടത്ത് ഒന്ന് മതപരിവർത്തനത്തിന് ഇത് ഉപയോഗിക്കുന്നുള്ളതാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന് ശരിക്കും ഇവിടെ നിയമങ്ങളുണ്ട്. ഈ ഒരു ഫണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെയും അതെങ്ങനെ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത്. ഇപ്പോൾ 2022 സുപ്രീം കോടതി ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രാജ്യസുരക്ഷ മുൻനിർത്തിക്കൊണ്ട് FCRനെ നിയന്ത്രിക്കുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് വിപരീതമായി ഇപ്പോൾ നമ്മൾ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിളായിട്ടുള്ള 19/1C ഇതിൽ സംഘടിക്കാനും സംഘടിത പ്രവർത്തനം നടത്താനുള്ള അവകാശം നൽകുന്ന ഒന്നാണ്. അപ്പോൾ അതിന് എതിരെ നിൽക്കുകയാണ് ഈ ഫണ്ട് സ്വീകരിക്കുന്നതിനെ തടയുന്നതിലൂടെ എന്നാണ് അതിൽ വിലയിരുത്തിയൊരു കാര്യം. രണ്ടാമത്തെ തന്നെ 19/1 പിന്നെ A എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അതാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഒന്നാണ് FCR ബില്ല് എന്ന് വിമർശിച്ചുകൊണ്ടാണ് ശരിക്കും മൗലികാവകാശത്തിനെതിരാണ് ഇതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ബില്ലിൽ പറയുന്നത് അത്യന്തം അപകടകരമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നൊരു സംഗതി, നേരത്തെ ഷെമിൽ ചോദിച്ചതുപോലെ ഇപ്പോൾ അസറ്റ് കൺട്രോൾ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കണം. ഇതിന് വേണ്ടിയായിട്ടുള്ള രൂപീകരിച്ചതിന് ശേഷം അവർക്ക് ഇതിൽ പിന്നെ കണ്ടുകെട്ടിയിട്ടുള്ള സ്വത്തുക്കൾ അവർക്കത് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ FCRA അതിനനുസരിച്ച് കൊണ്ട് വന്നിട്ടുള്ള ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സ്ഥാപനം അതിൻ്റെ ലൈസൻസ് കട്ടായാൽ, ലൈസൻസ് പുതുക്കേണ്ട സമയത്ത് അത് പുതുക്കാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിന് അത് പിടിച്ചെടുത്തിട്ട് ഈ അതോറിറ്റിക്ക് കൈമാറാം. അതോറിറ്റി അതിനെക്കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് അവരെന്താണ് വിചാരിക്കുന്നതെന്ന് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ ഫണ്ട് ഗവൺമെൻറ്റിന് ഉപയോഗിക്കാനാണെങ്കിൽ അതിന് ചെയ്യാം. ഇങ്ങനെയെല്ലാം അധികാരം നൽകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആക്ട്. അപാരമായ അപകടം. ഇതിലിപ്പോൾ പിന്നെ അവർ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ നടത്തുന്ന ആരാധനാലയങ്ങൾ, ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കണ്ടുകെട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. പക്ഷേ അവർ ലക്ഷ്യമാക്കുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരും ആണെങ്കിൽ പോലും പക്ഷേ NGOസാണ് ധാരാളമായിട്ട് ഇതിൽ ഇളകിയിട്ടുള്ളത്.
ഭൂരിപക്ഷം ആയിരക്കണക്കിന് NGOs ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ സർക്കാരിനെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ NGOക്ക് പ്രശ്നമാണ്. പ്രശ്നമാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ അതുപോലെ തന്നെ പിന്നെ ഈ അംഗവൈകല്യം വന്നിട്ടുള്ള കുട്ടികളെ പരിരക്ഷിക്കാൻ വേണ്ടി, അതേപോലെ മാനസികമായ മെൻ്റലി പ്രശ്നങ്ങളുള്ള കുട്ടികളെ പരിരക്ഷിക്കാൻ വേണ്ടി, അതുപോലെ കുഷ്ഠരോഗം, അതുപോലെ ആരോഗ്യരംഗത്ത് ആരോഗ്യ സേവനങ്ങൾ, ഇതൊക്കെ ധാരാളമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഇത്തരം വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഇനി അവർക്ക് ഇപ്പോൾ ഓൾറെഡി നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം തന്നെ സജീവമാക്കി വെച്ചാൽ തന്നെ മതി. ശരിക്കും ആ ഇവർ പറയണ ദുരന്തവും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് മാത്രം മതിയായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഇവരുടെ കയ്യിലേക്ക് എടുക്കാനും, ഇപ്പം ഇതിൽ പറയണ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് വേറൊരു കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ രാജ്യതാൽപര്യമാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഭരിക്കുന്നവരുടെ താല്പര്യം അത് രാജ്യതാൽപര്യമാക്കി മാറ്റാണ്. അതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർത്തെറിയാവുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറുന്നതാണ് സത്യം. രണ്ട് പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നിപ്പോൾ മുജീബ് പറഞ്ഞതുപോലെ ഇവിടെ സംഘപരിവാർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രത്യക്ഷ ശത്രുക്കളായി അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഭാഗങ്ങളെ വരിഞ്ഞു മുറുക്കുക എന്നത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ ഒരു വീഡിയോ വ്യാപകമായി സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് 109 കാരുണ്യ ഭവനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു, ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അവയെല്ലാം ഇത് ബാധിച്ചേക്കാം, ഈ പറയുന്ന നിയമങ്ങളനുസരിച്ച് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ക്രൈസ്തവ സമൂഹവും ന്യൂനപക്ഷങ്ങളും അല്ലാത്തവരുമായി നടത്തുന്ന, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന ധാരാളം സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമുണ്ട്. അതിനെയെല്ലാം വരിഞ്ഞു മുറുക്കാനും, ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ നമുക്കറിയാം. അങ്ങനെ പല ചർച്ചകളും നേരത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവയെല്ലാം വരിഞ്ഞു മുറുക്കാനും പിടിച്ചു കെട്ടാനുമുള്ള ഒരു ഇതായിട്ടാണ് ഇതിനെ പൊതുവിൽ സമൂഹം വിലയിരുത്തുന്നത്. രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ അധസ്ഥിത വിഭാഗങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ഇവിടുത്തെ പാരലൽ സംവിധാനങ്ങളാണ്, NGOകളും ഒക്കെയാണ്. ഇവിടെ വിധവകളെ സഹായിക്കുന്ന, അനാഥകളെ സംരക്ഷിക്കുന്ന, പിന്നെ വിവിധ തരത്തിലുള്ള രോഗികൾക്ക് കെയർ നൽകുന്ന ഒരുപാട് സംവിധാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതൊക്കെ ഗവൺമെൻറ്റേതര സംവിധാനങ്ങളാണ്. അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കഴിവും ശേഷിയൊക്കെ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി പഠിക്കാനും അതിനെ അന്വേഷിക്കാനും അത് കണ്ടെത്താനും അത് വിലക്കാനും ഒക്കെ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ഗവൺമെൻറ് അത് ചെയ്യണം, അതിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ എലിയെ പേടിച്ച് ഇല്ലം ചൂടുകയാണ് എന്ന് പറയുമ്പോൾ ആ ഇല്ലം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടേതാണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 976 ഇത് ഉണ്ടായത്. പിന്നെ അതിന് ശേഷം 2010 വിപുലമായിട്ട് വന്നത്. പിന്നെ 2014 മുതൽ BJP വന്നതിന് ശേഷമാണ് ഇത്തരം വലിയ ഇത് സങ്കീർണമാക്കുകയും പ്രശ്നങ്ങളാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ നിഷാദ് പറഞ്ഞ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രാജ്യം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുകയും ശക്തമായി എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അതെ, ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും എല്ലാം പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്ന് തന്നെയാണ് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്.